ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാഞ്ചന ഇവരുടെ മുന്നിൽ വന്ന്, അതായത് രേഖയുടെയും അതുപോലെ പ്രിയയുടെയും മുന്നിൽ വന്ന് നിന്ന് അവരൊരിക്കലും ഒരുമിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗീതുവും ഗോവിന്ദനും കെട്ടിപ്പിടിച്ച് വരുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോഴേക്കും അന്താളിച്ചു പോയി. അതെ, ഈ മെൻ്റലായാൽ കാണില്ലാത്ത കാഴ്ചയൊക്കെ കാണുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണുന്ന കാഴ്ചയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് കാണുന്ന കാഴ്ച തന്നെയാണെന്ന് അവർ രണ്ടുപേരും കൂടി കനകത്തിനോട് പറയുക. അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരും കൂടി മൂന്ന് പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് നമുക്കേ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം, അത് ശ്രദ്ധിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് അവരെ രണ്ടുപേരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ സമയത്ത് രണ്ടുപേരും കൂടി സ്നേഹം കൊണ്ടിങ്ങനെ പൊതിഞ്ഞങ്ങ് സംസാരിക്കുക. ഞാൻ എൻ്റെ കൈവെള്ളയിൽ ഗോവിന്ദേണ്ണ കൊണ്ട് അടക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ പതിവ്രതയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പതിവ്രതയെ പോലെ ഞാനായിരിക്കും, ഞാൻ എൻ്റെ ഭർത്താവിനെ ചുമന്നുകൊണ്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇതെല്ലാം അപ്പുറം മാറി നിന്ന് അവർ കാണുക. അപ്പോൾ നീയാണോടി ഈ ശീലാവതി എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഏതർത്ഥത്തിലാണ് എന്നോടത് ചോദിച്ചത് എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിച്ചു. അപ്പോൾ ഭർത്താവിനെ കാണപ്പെടുന്ന ദൈവമായി കാണുന്നവൾ അങ്ങനെയാണ്, പക്ഷെ ഭർത്താവ് വെരി ക്രൂരനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു. അപ്പം ഞാനൊരു ക്രൂരനാണെന്നാണോ നീ പറയുന്നത് ചോദിച്ചപ്പം അയ്യോ എൻ്റെ തക്കുടും അങ്ങനെ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പ്രിയ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും രേഖ അവരെ, അതായത് പ്രിയയെ തടഞ്ഞു. അങ്ങോട്ടിപ്പോൾ പോകണ്ട, അവരുടെ സന്തോഷം നമ്മളായിട്ട് കെടുത്തി കളയേണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പ്രിയ ചോദിച്ചു, ഇത്ര സന്തോഷത്തിൽ ഇത്ര ഒത്തൊരുമയോടുകൂടി കഴിയുന്നവരാണോ നാളെ പിരിയാൻ പോവുകയാണെന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അങ്ങോട്ട് നോക്കാക്ക, അവർ ജന്മത്ത് പിരിയില്ല. അപ്പം എങ്ങോട്ട് നോക്കാൻ? ഗോവിന്ദനും ഗീത ചേച്ചി നോക്കാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതിന് അവരവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് എൻ്റെ തോന്നലല്ലേ എന്ന് കാഞ്ചന പറയുമ്പോൾ ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ തോളത്ത് കൈയിട്ട് പിടിച്ച് കയറി പോവുക. ഉന്തുന്നു, തള്ളുന്നു, കെട്ടിപ്പിടിക്കുന്നു, വലിക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഈ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ കള്ളൊപ്പ് ഇട്ടിട്ട് വന്ന് മാറി നിന്ന് ഇതൊക്കെ കാണുവാണ്. എടി എല്ലാം കൈവിട്ട് പോയോടി എന്ന് ചോദിക്കുന്നു. നമ്മുടെ മോള് തന്നെയാണോടി ഇത്, അതോ അവളുടെ ഡ്യൂപ്പാണോടി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഡ്യൂപ്പും ഗീപ്പും ഒന്നും അല്ലത് ഗീതു തന്നെയാണെന്ന് പറഞ്ഞു അമ്മ. എൻ്റെ ഈശ്വര, ചതിച്ചല്ലോ ഈശ്വര, അവരെ തമ്മിൽ പിരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തല്ലേ നമ്മൾ രാധികാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്, ഇനി എന്ത് ചെയ്യുമോടി എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് പിന്നെ പാപ്പിയപ്പച്ചല്ല പാട്ടൊക്കെ പാടി രണ്ടുപേരും കൂടെ കയറിപ്പോണു. ഈശ്വര, അവർ രണ്ടുപേരും ഒന്നിച്ച് നമ്മുടെ കാര്യം കൊട്ട പുകയാണെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും കെട്ടിയവനും കെട്ടിയവളും കൂടെ അവിടെ നിൽക്കുക. ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും വീഴാൻ പോകുന്നതിനെ താങ്ങിയെടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും രണ്ടുപേരും സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് റൂമിലേക്ക് എത്താനുള്ള ആ ഒരു സ്ഥലം എത്തി. അപ്പോൾ ഇവർക്കത് നടന്നില്ല. ഇവരങ്ങനെ പിന്നാലെ നടന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങാനും രാധികാമ്മ കണ്ട ഇപ്പം തന്നെ കാശും പിടിച്ച് വാങ്ങി നമ്മളെ ചവിട്ടി പുറത്താക്കുവടി, എന്ത് ചെയ്യും വിലാസിനി എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമുക്ക് ഈ രാത്രി തന്നെ ഇവിടുന്ന് മുങ്ങാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും സ്പോട്ടിൽ മുങ്ങി. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞപ്പോൾ പിന്നീട് കാഞ്ചനയെയും അതുപോലെ ഇവർ നമ്മുടെ പ്രിയയും രേഖയും ഒക്കെ കൂടെ നിന്നിങ്ങനെ സംസാരിക്കാം. അവരുടെ ആ ഒരു വരവും പോക്കും ഒക്കെ. അങ്ങനെ അവരുടെ സ്നേഹത്തെ പറ്റിയൊക്കെ ഇവർ വാനോളം ചർച്ച ചെയ്യുന്നു. അപ്പോൾ അന്നേരവും തൻ്റെ തോന്നലാണെന്നും അത് ഒറിജിനൽ അല്ലെന്നും പറഞ്ഞുകൊണ്ട് അക്ക ഇവരെ ഇട്ട് വട്ടം കറക്കുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു. എന്നിട്ട് ഇതേ സ്വയം അടിക്കുന്നു, സ്വയം അങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ നിന്ന് കാണിക്കുന്നു. പുള്ളിക്കാരി അങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ പ്രിയയ്ക്കും രേഖയ്ക്കും ചിരിയാണ് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്തതുപോലെയാണ് അക്ക അവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗീതുവും ഗോവിന്ദും ബെഡ്റൂമിലെത്തി. അപ്പോൾ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി നേരം ഒന്ന് തോളത്ത് കിടന്നോട്ടെ കണ്ണേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ തോളിലേക്ക് കിടക്കുന്നു. കിടക്കലേന്ന് ഗോവിന്ദൻ. അതെ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട്. അതെ, നിനക്ക് എന്നോട് എത്ര സോറി പറയണോ അത്രയും സോറി പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു. എഴുന്നേറ്റ് സോറി പറയടി, സോറി പറ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പിടിച്ചിരിക്കുക. എന്നിട്ട് കണ്ണേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ സോറി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ ലെവൽ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗീതു എന്നിട്ട് കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു. ഫസ്റ്റ് ചോയ്സായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ഗീതു ഗോവിന്ദനോട് പറയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ സോറി പറയാം എന്ന് പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞോളാം ഗോവിന്ദൻ, നിനക്കെന്തും എന്നോട് തുറന്നു പറയാം, പറഞ്ഞോ എന്ന് ഗോവിന്ദൻ പറയാണ്. ആദ്യമൊക്കെ ഞാൻ കളിയാക്കിയ കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത്, എനിക്ക് കണ്ണേട്ടനില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ
എൻ്റെ എൻ്റെ എല്ലാമാണ് എൻ്റെ കണ്ണേട്ടൻ, ഞാൻ കൺകണ്ട ദൈവമായി കാണുന്ന ആളാണ് എൻ്റെ കണ്ണേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന എൻ്റെ ഭഗവാന്റെ പേര് കണ്ണൻ എന്നാണെന്നും സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നു. അതിനുശേഷം അവിടെ കെട്ടിപ്പിടിക്കലായി, ഡാൻസ് കളി വരെയായി. അപ്പം നീ നീ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കിതൊന്നും കേൾക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗീതു വീണ്ടും കണ്ണേട്ടാന്നുള്ള വിളി അത് ഞാൻ ഒരിക്കലും മാറ്റില്ല എന്നൊക്കെ പറഞ്ഞാട്ടോ പറയുന്നേ. എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയ പേരാണതെന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു. ഞാനിനി കണ്ണേട്ടനെ കണ്ണേട്ടാന്ന് മാത്രമേ വിളിക്കൂ എന്ന് ഗീതു. അതൊക്കെ കേട്ട് ഗോവിന്ദൻ അതൊക്കെ ഒന്ന് കേൾക്കൂ എൻ്റെ കണ്ണേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ, നീ എന്നെ എന്തു വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ ചീത്ത മാത്രം വിളിക്കാതിരുന്നാൽ മതി എന്ന് ഗോവിന്ദൻ അന്നേരം ഗീതുവിനോട് പറഞ്ഞു. ഇല്ലില്ല, ഒരിക്കലും ഞാൻ വിളിക്കില്ല, ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ഭയങ്കരത്. അപ്പോൾ നീ ഇത്രയും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് ഗോവിന്ദൻ. അതെ, എനിക്ക് നിന്നോടുള്ള ശത്രുതയും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ല, ഓക്കെ ഞാനതെല്ലാം വിട്ടു. ഞാൻ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് വേറൊന്നും കൊണ്ടല്ല. നീ എൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വേണ്ട, ഈ വീട്ടിൽ നിന്ന് താലിയും പൊട്ടിച്ച് രക്ഷപ്പെട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഗീതു നിന്ന് ചിരിക്കുക. ഗീതു ഭയങ്കര ചിരി. അപ്പോൾ ഗോവിന്ദനും ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര സീനായി. അതെനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അക്കാര്യം കണ്ണേട്ടനും അയ്യപ്പേട്ടനും കൂടെ സംസാരിക്കുന്നതേ ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ചിരി തുടങ്ങി, ഗീതുവും ചിരി തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയൊക്കെ. അപ്പോൾ അങ്ങ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം നിനക്കും ഉണ്ടല്ലടി കള്ളി എന്ന് പറഞ്ഞൊരു ഒറ്റ അടിയും ഗീതു തല കറങ്ങി നിലത്ത് കിടക്കുന്നു. അയ്യോ എൻ്റെ അമ്മച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കരച്ചിലും. പിന്നെ ഗോവിന്ദൻ ഉരുണ്ട് പടച്ച് താഴെ ചെന്നു ഗീതുവായിട്ടിരുന്ന് സംസാരിക്കാൻ. അപ്പം നമ്മൾ ഒളിച്ചു നിന്ന് കേൾക്കുന്നതും കാണുന്നതും ഒന്നും അത് നമ്മുടെ തെറ്റല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേന്ന് ചോദിച്ച് ഗീതു ഭയങ്കര കരച്ചിൽ. ഗീതുവാണ് എന്ത് കരച്ചിലാന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട. അപ്പോഴേക്കും നീ എന്തിനാ കരയുന്നതെന്ന് ഗോവിന്ദൻ ചോദിക്കുക. ഇതൊക്കെ നാക്ക് കുഴഞ്ഞാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ കണ്ണേട്ടനെ ഞാൻ പറ്റിക്കായിരുന്നല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞു കരച്ചില്ല. ഞാൻ ഈ സ്നേഹം അഭിനയിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗീതു കരയല്ലേ, ഞാനല്ലേ ഉള്ളത്, കരയല്ലേ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണിച്ചു കൂട്ടിയ സകല കോപ്രായങ്ങൾക്കും ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യാമെന്നും പറഞ്ഞു ഗീതു. അപ്പോൾ ഓക്കെ കോംപ്രമൈസ് അല്ലേ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ തല ഇടിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ വരുൺ പതുക്കെ പുറത്തോടെ വന്ന് ഇവരുടെ റൂമിൽ എന്താ നടക്കുന്നതെന്ന് കേൾക്കാനായിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുക. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വരുൺ തെറ്റിദ്ധരിക്കുന്നു, അവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ സമയത്ത് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ അമ്മയെ ബഫൂൺസ് ആക്കുകയാണെന്നും ഇവരെ തമ്മിൽ അകറ്റിയേ പറ്റുമെന്നും വരുൺ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ആ സമയത്ത് രാധിക അവിടെ ഇങ്ങനെ ഊഞ്ഞാക്കട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മകൻ അമ്മയ്ക്കരികിലേക്ക് ചെല്ലുന്നത്. അമ്മയ്ക്കരികിലേക്ക് ചെന്നപ്പോൾ അമ്മ ചോദിച്ചു എന്താണെന്ന്. രണ്ടുപേരുവേ ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞ് നമ്മളെ ബഫൂൺസ് ആക്കിക്കൊണ്ടിരിക്കുക, അതേ ഒപ്പിട്ട് തരുന്നു. എന്നിട്ടിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ മുറിയിൽ രണ്ടും കൂടി കെട്ടിമറിയുകയാണെന്നുള്ള കാര്യം വരുൺ പറഞ്ഞപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. എന്താ അമ്മേ, പ്രിയ മീഡിയേറ്ററായിട്ട് സംസാരിച്ച് അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ പരിഹരിച്ചോ എന്ന് ചോദിച്ചപ്പം പ്രിയ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നത്. പ്രിയ നമ്മുടെ കൈപ്പിടിയിലായിരിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിനോദുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുത്തതും. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി മറിയുകയാണല്ലോ. ആ ഗീതു എന്ന് പറയുന്നവൾക്ക് ആ ഒരിതാണ്. അപ്പോൾ ഗീതുവായിട്ടുള്ള അടുപ്പം പ്രിയയെ മാറ്റിക്കളഞ്ഞു. ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഗീതുവിനേക്കാൾ എതിർപ്പ് കാണിക്കുന്നത് പ്രിയ ആണെന്ന് പറഞ്ഞപ്പോൾ പ്രിയയെ കൊണ്ട് ഇതൊക്കെ ഗീതു ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മകൻ അമ്മയോട് പറയുന്നു. അവൾ മീഡിയേറ്റർ കളിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നും കണ്ണൻ ഗീതുവിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹത്തിന് അവൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഏട്ടൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂടെ ഗോവിന്ദനും ഗീതുവിനും ലഹരി കൂടിയ സമനില തെറ്റി നിൽക്കുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തീർന്നു. ഇന്നൊരു രാത്രി അവർ ഒരുമിച്ചൊരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ ആ ഡിവോഴ്സ് പേപ്പർ പിൻവലിക്കും, അത് ഉറപ്പാ അമ്മയെന്ന് മകൻ. അപ്പം അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് രാധിക. അവരൊരു തരത്തിലും ഒന്നിക്കാൻ പാടില്ല എന്ന് അമ്മ മകനോട് പറയണു. നീ വാ എന്ന് പറഞ്ഞ് മകൻ്റെ കയ്യും പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കുന്നതൊക്കെ മകൻ അമ്മയെ കേൾപ്പിക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവർ കേൾക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നു.
നീ എന്തിനാ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ അന്ന് കാര്യങ്ങളെല്ലാം നടന്ന സമയത്ത് നീ കിഷോറിനെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടായിരുന്നില്ലേ ഇതിനൊക്കെ നിന്നത്? അപർണികയുടെ ഭർത്താവാണ് കിഷോർ എന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അവനെ നീ നിൻ്റെ കാൽച്ചോട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ വെച്ചപ്പോൾ അതേന്നും പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തമ്മിലെല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയെന്നാണ് തോന്നുന്നതെന്ന് രാധിക പുറത്ത് നിന്ന് വരുണിനോട് പറയണം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, രണ്ടും കൂടെ തല്ലി പിരിഞ്ഞ് പുറത്താക്കും, അതിനുള്ള വഴിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചവർ തമ്മിൽ കോംപ്രമൈസ് ആയി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും വരുണിന് ദേഷ്യമായി തുടങ്ങി. അമ്മ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യം കണ്ടുപിടിക്കാൻ ഗീതുവിനോട് ഫോൺ വരെ എടുക്കാനായിട്ട് ഗോവിന്ദ് പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്തു, ഗീതു കൊടുത്തു. ഗോവിന്ദ് എന്നിട്ട് തൻ്റെ ഫോണും ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതിൽ ആ മെസ്സേജ് ഇല്ല, ഈ മെസ്സേജ് ഇല്ല, ഇതെന്തിയേ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ ഇത് കണ്ണേട്ടൻ അയച്ച മെസ്സേജ് ആണെന്നും പറഞ്ഞ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഡേറ്റ് സമയമൊക്കെ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ണാടി വെച്ചിട്ട് നോക്കാനൊക്കെ പറഞ്ഞ് കണ്ണാടി എടുത്ത ഗോവിന്ദനെ കൊണ്ട് കണ്ണാടി വെപ്പിക്കുന്നു. അപ്പോൾ രാധികയുടെ കള്ളക്കളികളെല്ലാം പൊളിക്കുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഈ മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം വിട്ടുപോയെന്ന് മനസ്സിലായി രാധികയ്ക്ക്. ശരിയാണല്ലോ, കണ്ണേട്ടൻ്റെ ഫോണിൽ വന്നിട്ടില്ലല്ലോ എന്ന് ഗീതു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. അപ്പം ഞാൻ അയച്ച മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പം ആ മെസ്സേജ് ഇവരുടെ ഇടയിൽ ചർച്ചയായാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും വരണേന്നും പറഞ്ഞുകൊണ്ട് രാധിക പറയുക. അപ്പോഴേക്കും ഇവർ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വാതിൽ ഇടിച്ചു തുറന്ന് ഈ രാധികയും മകനും കൂടെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിവരമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പറയുന്നത്. ഡിവോഴ്സ് കേസ് കോടതിയുടെ പരിഗണനയില്ല, ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവൾ എന്നോട് സോറി പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സോറി? എനിക്കറിയില്ല, അതെനിക്ക് മനസ്സിലായില്ലെന്ന് ഗോവിന്ദ്. അപ്പോൾ പക്ഷേ ഗീതു നീ എന്നോട് മാത്രമല്ല അമ്മയോട് സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ കാല് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഗീതു നിന്ന് ചിരിച്ചു. ഞാനോ ഇപ്പം നടക്കും, എൻ്റെ പട്ടി പറയും എന്ന് ഗീതു മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. നീ എന്നെ പട്ടിയെന്ന് വിളിക്കോടി, എൻ്റെ അമ്മയെ പട്ടിയെന്ന് വിളിക്കോടി എന്നൊക്കെ ചോദിച്ച് അടിക്കാൻ ചെല്ലുമ്പോഴേക്കും വരുൺ ഗോവിന്ദേട്ടാ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കയറി തടയുന്നു. എന്തോ വലിച്ചു കയറ്റിയിട്ട് കിക്കായിട്ട് നിൽക്കുക. അപ്പോൾ അവൾ നല്ല ഫിറ്റാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ. വെളിവില്ലാത്തവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോൾ വെളിവില്ലാത്തതേ ഈ മനുഷ്യനാണെന്ന് പറഞ്ഞു ഗീതു. അപ്പോൾ എനിക്ക് വെളിവിന് ഒരു കുറവില്ലെന്ന് ഗോവിന്ദൻ. നിനക്ക് കണ്ണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ പറയുമ്പോൾ ഗീതു നീ നിൻ്റെ മുറിയിൽ പോകാൻ പറഞ്ഞു രാധിക. അപ്പോൾ പറഞ്ഞ് തീർത്തിട്ട് ഞാൻ പോകാം എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. അപ്പോഴേക്കും കണ്ണ നിൻ്റെ ഒപ്പം താമസിക്കുന്നു എന്ന് വരുത്തി തീർത്ത ഡിവോഴ്സ് കേസ് പിൻവലിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങൾ കേസ് നടത്തിയാലും കുഴപ്പമില്ല, അത് പിൻവലിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ കണ്ണേട്ടന് ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് ഗീതു തറപ്പിച്ച് പറഞ്ഞു. കണ്ണേട്ടാ എനിക്ക് എൻ്റെ കണ്ണേട്ടനെ മാത്രം മതി എന്നൊക്കെ ഇവരുടെ മുന്നിൽ ഇങ്ങ് പറയണം. എന്നിട്ട് വരുണിനോട് മാറടാ അവിടെ നിന്നും പറഞ്ഞു വരുണിനെ തള്ളി താഴെ ഇട്ടിട്ട് നമ്മുടെ ഗീതു അങ്ങ് പോയി. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്ന് പോയതുപോലെ ഉണ്ടല്ലേ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ വരുണും അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് വീണ്ടും മെസ്സേജിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ഈ രാധിക മോനെ എടാ കണ്ണാ എന്താടാ നിനക്ക് പറ്റിയത്? അവൾ ഇനി പല അടവുകളുമായിട്ട് വീണ്ടും വരുമെന്നും നീ വീണു പോകരുതെന്നും രാധിക പറയാം മകനോട്. ഇല്ല ഞാൻ വീഴില്ലെന്നും പറഞ്ഞ് അപ്പം തന്നെ കിടക്കുന്നു താഴെ. ഞാൻ അവളെ എൻ്റെ റൂമിൽ കയറ്റില്ല, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് രാധികയെ മുറിയിൽ നിന്ന് അടിച്ചിറക്കി വിടുകയാണ് ഗോവിന്ദ്. അങ്ങനെ രാധികയുടെ കള്ളക്കളികൾ മുഴുവൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു നമ്മുടെ ഗീതു. പക്ഷേ രാധിക പേടിച്ച് വിറച്ച് ജീവനും കൊണ്ടാണ് അവിടെ നിന്നത്. കാരണം കൈവിട്ട് പോയില്ലേ. അത് കഴിഞ്ഞ് രാധികയെ മുറിയിൽ നിന്ന് അടിച്ചിറക്കി ഗുഡ് നൈറ്റും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് കിടന്നതറിയാതെ ഉറങ്ങിയും പോയി. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇടിവെട്ട് എപ്പിസോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.